ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. കമൻറ്റ് ഇടുന്ന സുഖമാണോ ഇല്ലയെന്ന്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു ഗൈസ്. എന്ന് വെച്ചാൽ ഇന്നൊരു ബസ്സിൻ്റെ കാര്യം പറഞ്ഞു, ഒരു KSRTC കാര്യം പറഞ്ഞു. ഞാൻ 2.5 മാസം കൊണ്ട് ഉണ്ടാക്കിയ ബസ് അതിന്ന് ഞാൻ എടുത്തിരിക്കുന്നു ഗൈസ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ എടുത്തു. മേലെ ഞാൻ എടുത്തു, കുറച്ച് കഷ്ടപ്പെട്ട് എടുത്തോളൂ. അപ്പം എൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് കുറച്ച് ഉണ്ടാക്കാൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആട്ടോ. തമാശ പറയാനല്ല, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഞാൻ എടുത്തുതരാം. വി ഹാവ് KSRTC രണ്ട് വയസ്സ് സെറ്റ്. നമ്മുടെ കയ്യിൽ KSRTC ഉണ്ട്. ഞാൻ ഉണ്ടാക്കിയിട്ടു എൻ്റെ പുറകുണ്ട്. ഈ കാണുന്ന സൈഡ് മൊത്തം ഇല്ലേ, ഒരു എന്നുവെച്ചാൽ ഒരു വലിയ പീസൊന്നും ഉണ്ടാക്കിയത് മുമ്പാകുന്നത്. പക്ഷേ എൻ്റെ കാണുന്ന ഉള്ളിലത്തെ സാധനം മൊത്തം ചെറിയ ചെറിയ സാധനങ്ങളാണ്. എൻ്റെ റൂഫ് ഒരു ചെറിയ പാർട്ടായിട്ട്, പിന്നെ ടയർ ഇത് ഫുള്ള് കാർബോർഡാണ്. എല്ലാം കാർബോർഡാണ്, ഒന്നും പ്ലാസ്റ്റിക് ഒന്നുമില്ല, എല്ലാം കാർബോർഡാണ്. ബാക്ക് ഉണ്ടോ കുറച്ചുകൂടെ ഫിനിഷ് എന്ന് വെച്ചാൽ കുറച്ച് ഡീറ്റെയിൽ ആക്കുന്ന വെച്ചാൽ ഇവിടെ മറ്റേ ഈ ഗ്യാപ്പെല്ലാം അടിച്ചിട്ട് മറ്റേ ഇതാക്കുന്നത്. ആദ്യത്തെ 2 ദിവസം അമ്മ ഭയങ്കര ഇതായിരുന്നു പറയാൻ. നിങ്ങൾ വിചാരിക്കുന്നവരുടെ അമ്മ അത്ര ഇതൊന്നുമല്ല. ആദ്യത്തെ ദിവസം അമ്മ പറഞ്ഞു ഇവിടെ ഒന്ന് ഇങ്ങനെ പെയിലൊന്നും അടിക്കാൻ പാടില്ല. ഞാൻ അവിടെ സ്റ്റെയറുണ്ട്, വീടിൻ്റെ മുകളിൽ സ്റ്റെയറുണ്ട്. ആ സ്റ്റെയറിൻ്റെ അവിടെ ചെയ്താണ്. അവിടെ ഇവിടെ ഇങ്ങനെ ആകുമ്പോഴുള്ള മറ്റേ പിന്നെ ലാസ്റ്റ് ഞാൻ 2 മാസം എങ്ങനെ അതിജീവിച്ച് ഞാനിത് ഉണ്ടാക്കി. അതിജീവിച്ച് എങ്ങനെയോ ഉണ്ടാക്കി, സക്സസ് ആണത്. പിന്നെ കുഴപ്പമില്ല. ഈ ടയറൊക്കെ മറ്റേ ഈർക്കൊലി എന്ന് പറയുന്നു, മറ്റേ ഈർക്കൊലി നമ്മുടെ വെക്കേണ്ടി വരും. ആദ്യത്തെ 1 മാസം എങ്ങനെയോ ഉണ്ടാക്കി, കുറച്ച് കഷ്ടപ്പാടുണ്ടായിരുന്നു. ഈ പെയിൻറ്റ് ഈ ഫുള്ള് പെയിൻ്റ് അടിക്കാൻ കുറച്ച് പാടായിരുന്നു കേട്ടോ. ഇത് ആദ്യം ഫുള്ള് വെള്ള പെയിൻ്റ് അടിച്ചതാണ്. ഇതുണ്ടോ ചെറിയ പാട് വെള്ള ഈ ഫുള്ള് വെള്ള കേട്ടോ. ഇത് ആദ്യം 3 വട്ടം വെള്ളം അടിച്ചിട്ട് ഈ 2ാമത്തെ ദിവസം 2 വട്ടം മഞ്ഞ അടിച്ച് പിന്നെ ബാക്കി ഡിസൈനൊക്കെ തുടങ്ങി കേട്ടോ. അങ്ങനെ കൊള്ളാമല്ലേ. ഇത് കമാൻഡ് അടിക്കണം എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാനിപ്പം ഈ ബുക്കിൻ്റെ അവിടെ ബുക്ക് അവിടെ വെച്ചിട്ട് ബുക്കിൻ്റെ താഴെയായിട്ട് ഫോം വെച്ചിട്ട് റെക്കോർഡ് ചെയ്യുന്ന കേട്ടോ. ഇത് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്. പിന്നെ ഈ വണ്ടിക്ക് ചെറിയ സസ്പെൻഷൻ പോലെ അല്ലേ, സെറ്റാണ്. അപ്പം പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും കാര്യമൊന്നുമില്ല. 2.5 മാസം എടുത്തൊന്നും ഉണ്ടാക്കാൻ. ചെറിയ പാളിച്ചൊക്കെ ഉണ്ടായിരുന്നു. എന്തോ ഇപ്പോഴും ഒരു ഗ്യാപ്പുണ്ട് ഇവിടെ. ഇതൊക്കെ അടയ്ക്കായിരുന്നു, പക്ഷെ എനിക്ക് സമയം കിട്ടിയില്ല. എന്ത് ചെയ്യാനാ. എന്നിട്ട് പിന്നെ ഞാൻ സ്റ്റാൻഡ് വാങ്ങിച്ചു. ഫ്ലിപ്കാർട്ടിൽ നിന്നല്ല, ആമസോണിൽ സ്റ്റാൻഡ് വാങ്ങിച്ചു. 800 രൂപയ്ക്ക് സ്റ്റാൻഡ്. ഇതെങ്ങനെ ഫോണിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ താഴെ വെച്ചിങ്ങനെ എപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ മേളിൽ വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കണം. അപ്പം അടുത്ത 10-ാം തീയതി വരുന്നതാണ് പറഞ്ഞത്. 10-ാം തീയതി വരുമ്പോൾ നമുക്ക് ഗൈസ് നമ്മൾ അത് അൺബോക്സ് ചെയ്യും. ഓക്കെ, പിന്നെ നാളെ അപ്പോൾ ഗൈസ് നമ്മൾ ഈ KSRTC കാണിക്കാൻ കുറച്ച് കഷ്ടപ്പെടും. കുറച്ചിവിടെ ബെൻഡിങ് ഉണ്ട്, ശരിയാക്കണം. പിന്നെ എൻ്റെ കയ്യിലൊരു മോശമുണ്ട്. ഇത് എൻ്റെ ചേട്ടൻ വാങ്ങിച്ചു തന്ന, അങ്ങ് ബാംഗ്ലൂരിൽ നിന്ന് എൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചു തന്ന. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് വണ്ടി കാണിച്ചു തന്നില്ലായിരുന്നു. ഇതായത് ഈ വണ്ടി കേട്ടോ. ഈ വണ്ടി എൻ്റെ കസിൻ ചേട്ടൻ വാങ്ങിച്ചു തന്ന എൻ്റെ ബർത്ത്ഡേക്ക്. ഇതെൻ്റെ ചേച്ചി വാങ്ങിച്ചു തന്ന. ഇത് ചേട്ടൻ്റെ ബാംഗ്ലൂരിൽ നിന്നാട്ടോ. ഇത് ഈ മെർസിഡീസ്. ഇത് ഞങ്ങൾ കൊടൈക്കനാലിൽ പോയപ്പോൾ വാങ്ങിയതാട്ടോ ഈ മെർസിഡീസ്. ഇങ്ങനത്തെ കുറേ കളക്ഷനുകൾ അത്രേ ഉള്ളൂ, പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. അപ്പം ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം ഗൈസ്, നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക.
വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഓക്കെ ഗൈസ്, സീ യു, ബൈ ബൈ. അപ്പോൾ നമുക്ക് ഈ വണ്ടി കഴിയുന്ന കമൻറ്റ് ചെയ്യണം കേട്ടോ, പിന്നെ ലൈക്ക് ചെയ്യണേ. ഓക്കെ, ബസ് കണ്ടിട്ട് കമൻറ്റ് ഇട്ട് ലൈക്ക് ചെയ്യും. ഓക്കെ, ഞാൻ പിൻ ചെയ്ത് വെക്കാം ആരെയും ഇടുന്നത്. ഓക്കെ സെറ്റ്. ഓക്കെ ബൈ ഗൈസ്. അപ്പോൾ നമുക്ക് പിന്നീട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ ബൈ.